അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്, ഒളിച്ചോട്ടങ്ങൾ തുടങ്ങുന്നത്, വിവാഹമോചനങ്ങൾ തുടങ്ങുന്നത്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടരുന്നത് സ്നേഹക്കുറവ് കാരണമെന്നാണ്. അപ്പോൾ പ്രണയത്തിനെക്കുറിച്ച് ലവ്, സ്നേഹം എന്നൊക്കെ പറയുന്ന വളരെ മഹത്തരമായൊരു കാര്യം, അതിൻ്റെ 5 തലങ്ങളുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് സാധാരണ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്? ചിലർക്ക് എല്ലാവരും ഒരേപോലെ അല്ല. അപ്പോൾ 5 തലങ്ങളിലേക്ക് തിരിച്ചിരിക്കുമ്പോൾ ഒന്നാമത്തെ സ്നേഹമായി ഒരു വിഭാഗത്തിനെ നാം എടുത്ത് നോക്കുന്നത്, അവർ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് അഫർമേറ്റീവ് വേർഡ്സ്, അതായത് വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. അവർക്ക് വാക്കുകളിലൂടെയാണ് സ്നേഹം. അപ്പോൾ നമ്മൾ വാക്കുകളിലൂടെ നമ്മൾ സ്നേഹത്തിന് മുത്തേ, കരളെ എന്നൊക്കെ വിളിക്കും അല്ലേ? ചിലരെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിക് നെയിംസ് എന്ന് പറയും, ചില പേര്, അവർക്കുള്ള ഓമന പേര് നാം വിളിക്കും. ചിലരെ അവർക്ക് ഏതാണോ ഒരു വിഷയമായി ബന്ധപ്പെട്ടത് ആ വിഷയത്തിനോട് ചേർത്ത് വിളിക്കും. അങ്ങനെ വാക്കുകളിലൂടെയുള്ള സ്നേഹപ്രകടനം അത് ചിലർക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ ഭർത്താവിനായിരിക്കും, കൂടുതലും ഭാര്യമാർക്കായിരിക്കും. വാക്കുകളിലൂടെ നാം സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹവും അംഗീകാരവും പരിഗണനയും അത് മനുഷ്യനാകുന്ന ഞാനാണെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്നേഹമാണ് അല്ലേ? നമ്മളെ കൂടെ ഇനി എത്ര അടുത്ത് ഇടപഴകുന്ന ഒരാളാണെങ്കിലും, നമ്മളെ ഏറ്റവും അടുത്ത സ്നേഹിതനാണെങ്കിലും, അവനും ആഗ്രഹിക്കുന്നത് അവനെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത ഒരു വീഡിയോ, നമ്മുടെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരുപാട് കൂട്ടുകാരിങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. 2 പേര് 4-5 ആളുകൾ ചേർന്നിരിക്കുന്നു, ഒരാൾ സംസാരിക്കുന്നു, അങ്ങനെ തമ്മിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരുത്തൻ മാത്രം സംസാരിക്കുന്നു, അവനെ കേൾക്കാൻ ആരുമില്ല. അവനിങ്ങനെ ആരോടോ സംസാരിക്കുന്നത് പോലെ. അങ്ങനൊരു വീഡിയോ, അതൊരു സങ്കടം പോലെ ഒരു റീലായിട്ട് വിട്ടിരിക്കുകയാണ്. അതായത് പരിഗണന എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു മഹത്വം. നാം മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് മനുഷ്യനായി മാറുന്നത്. നാം സഹജീവിയോട് സഹാനുഭൂതിയോട് പെരുമാറുമ്പോൾ, അതായത് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ്റെ, കൂടെയുള്ള കൂട്ടുകാരൻ്റെ, നമ്മുടെ അയൽവാസിയുടെ, അവരുടെയൊക്കെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹം കൈമാറാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് വിവാഹ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല, സമൂഹത്തിൽ മുഴുവനും കൊടുക്കാൻ പറ്റുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന വലിയ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ് വാക്കുകൾ. വാക്കിന് വാൾത്തലപ്പിനേക്കാളും മൂർച്ചയുണ്ട് എന്ന് നാം പഠിച്ചവരാണ്. ഒരു നാക്ക് കൊണ്ട് എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കുവാനും കഴിയും, ആ നാക്ക് കൊണ്ട് എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും കഴിയും. ഞാനിപ്പോൾ നല്ല നല്ല ഇൻഫോർമേറ്റീവായ, നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അതേസമയം ഞാൻ നിങ്ങൾക്ക് വെറുപ്പിക്കുന്ന വാക്കുകളാണ് നിങ്ങളോട് ഞാൻ പറയുന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് എന്നോടൊരു വെറുപ്പുണ്ടാവും. എനിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാവരും, അതാണ് മധുരമുള്ള വാക്കുകൾ സംസാരിക്കൂ എന്ന് പറയുന്നത്. പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട്, ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ സ്നേഹവും അംഗീകാരവും പരിഗണനയും നാം നമ്മുടെ പ്രിയമുള്ളവർക്ക് പകുത്തു നൽകാൻ കഴിയണം. അതിലൊരു പിശുക്ക് കാണിക്കരുത്. അത് ഏറ്റവും നാം കാണിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരോടാണ്. സ്വന്തം ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സ്നേഹിക്കണം. വാക്കുകളിലൂടെ അവരെ പരിഗണിക്കണം. നാം പറയുമ്പോൾ അവർക്ക് മനസ്സിലാകണം, അദ്ദേഹത്തിന് എന്നെ സ്നേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹമാണ്. ചിലർ പറയും എനിക്ക് തന്നെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവർ പുറത്ത് കാണിക്കില്ല, ഇങ്ങനെ പിശുക്കി നടക്കും. പിശുക്കി നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. നാം എത്രത്തോളം നല്ല കാര്യങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നുവോ അവിടെയാണ്, ആ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്താണ് ആളുകൾ ഉണ്ടാവുക. അഭിനന്ദനം, സ്നേഹം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ഒരാളെ നല്ല രൂപത്തിൽ അഭിനന്ദിക്കുക.
ഇപ്പോൾ ഒരു ഊക്കൽ എന്ന് പറയുന്ന വേർഡ് ഫേമസ് ആയിരിക്കുകയാണ്. എല്ലാവരും സ്വന്തം കൂട്ടുകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഊക്കുക, അതായത് അവനിങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ പിരിയേറ്റുക. കൂട്ടുകാരന്മാരാകുമ്പോൾ സഹിച്ച് നിൽക്കും. അതേസമയം ഈ കൂട്ടുകാരൻ അവനെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് അവനെ ചേർത്ത് പിടിക്കുകയും അവൻ്റെ വാക്കുകൾ കൊണ്ട് അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അതവന് വലിയൊരു കാര്യമായിരിക്കും. അതായത് സ്നേഹം ദാഹിക്കുമ്പോഴാണ്, അതെ, ദാഹിക്കുന്ന സമയത്താണ് വെള്ളം വേണ്ടത്. 2 കുപ്പി വെള്ളം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കുപ്പിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഭയങ്കര ദാഹം, പക്ഷേ ഈ 2 കുപ്പിയിലെ വെള്ളം, ഒരു കുപ്പിയാണെങ്കിൽ ഒരാൾ റെഡിയായിരിക്കുകയാണ് കൊടുക്കാൻ, നമ്മളെ കയ്യിലാണെങ്കിലോ വെള്ളമുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ സുഹൃത്ത്, നമ്മളൊരു കൂട്ടുകാരൻ, നമ്മുടെ ഭാര്യ ഈ വെള്ളം ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, അവർ ദാഹിക്കുകയാണ്, പക്ഷെ നമ്മളത് കൊടുക്കുന്നില്ല. മറ്റേ കൂട്ടുകാരനാണെങ്കിൽ എന്താകുന്നുണ്ട്, റെഡിയായിരിക്കുകയാണ് കൊടുക്കാൻ. അപ്പോൾ എവിടെയാണോ സ്നേഹവും അംഗീകാരവും പരിഗണനയും എവിടെ കിട്ടുന്നുവോ അവിടെ മനുഷ്യൻ പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചില ആളുകൾ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല എന്ന്. നമ്മൾ ഇന്ന് കാണിക്കുന്ന പല സ്നേഹങ്ങളും പലരും കാണിക്കുന്നുണ്ടാവും. ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നെ അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. അല്ല, ആളുകൾ പലതരത്തിലായതുകൊണ്ട് ചില ആളുകൾ മുൻഗണന കൊടുക്കുന്നത് വാക്കുകളാണ്. അവർക്ക് നല്ല നല്ല വാക്കുകൾ കിട്ടണം, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് കിട്ടണം, അവരെ അഭിനന്ദിക്കണം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കൊടുക്കണം, നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, അവർക്ക് നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ അവർക്കൊരു സമാധാനം കിട്ടണം. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലവ്, വാക്കുകളിലൂടെ, വേർഡ്സുകളിലൂടെയുള്ള സ്നേഹപ്രകടനം.